Hello everyone. മൈക്രോസ്കോപ്പിന്റെ ലാസ്റ്റ് ക്ലാസ് ആണ് ഈ മൈക്രോമെട്രി എന്ന് പറഞ്ഞ ടോപ്പിക്. ലാസ്റ്റ് ടോപ്പിക് ആണ് മൈക്രോമെട്രി. പക്ഷേ ഇത് ഞാൻ രണ്ട് ക്ലാസ് ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ മൈക്രോമെട്രി നമുക്ക് എസ്എ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം, 5 മാർക്കിന് ഷോർട്ട് ഔട്ട് ആയിട്ടും ചോദിക്കാം മൈക്രോമെട്രി. So, what is micrometry? Micrometry means the measurement of a microscopic object. Microscopic object measure ചെയ്യുന്നതാണ് നമ്മൾ മൈക്രോമെട്രി എന്ന് പറയുന്നത്. ബൈ യൂസിങ് എന്ത് വെച്ചിട്ടാണ് ഒബ്ജക്റ്റിന്റെ സൈസ്, ഒബ്ജക്റ്റ് ഇത്ര സൈസ് ആണുള്ളത് എന്ന് നമ്മൾ മെഷർ ചെയ്യുന്നത് ബൈ യൂസിങ് എ കാലിബ്രേറ്റഡ് ഐ പീസ് മൈക്രോമീറ്റർ. അതായത് ഐ പീസിൽ ഒരു സ്കെയിൽ ഉണ്ടാവും. ആ സ്കെയിലിനെ പറയുന്ന പേരാണ് ഐ പീസ് മൈക്രോമീറ്റർ അല്ലെങ്കിൽ ഐ പീസ് ഗ്രാറ്റിക്യൂൾ എന്ന് പറയാം. പക്ഷെ ആ ഐ പീസ് സ്കെയിൽ നമ്മൾ ഫസ്റ്റ് കാലിബ്രേറ്റ് ചെയ്യണം. ആ ഐ പീസ് സ്കെയിലിന്റെ ഓരോ ലൈൻസും ഒക്കെ എക്യുറേറ്റ് ആണോ, അത് കറക്റ്റ് ആണോ, ആ ലൈൻസ് ഒക്കെ പ്രോപ്പർ ആണോ എന്നൊക്കെ നമ്മൾ കാലിബ്രേറ്റ് ചെയ്യണം. ആ കാലിബ്രേറ്റ് ചെയ്ത ഐ പീസ് മൈക്രോമീറ്റർ യൂസ് ചെയ്തിട്ടാണ് ഒബ്ജക്റ്റിന്റെ സൈസിന് എത്ര സൈസിലുള്ള ഒബ്ജക്റ്റ് ആണ് ആ ഫീൽഡിൽ ഉള്ളത് എന്ന് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഓരോ മൈക്രോ ഓർഗാനിസം, നിങ്ങൾക്കറിയാം വൈറസിന്റെ ഇത്ര സൈസ് ആണ് എന്നൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്, ബാക്ടീരിയ ഇത്ര സൈസ് ആണ്, RBCന്റെ സൈസ് ഒക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. സോ ഓരോ മൈക്രോ ഓർഗാനിസം ഒക്കെ നമ്മൾ മെഷർ ചെയ്യുന്ന യൂണിറ്റ് മൈക്രോൺസിലാണ് നമ്മൾ പറയുന്നത്. The unit of measurement is the microns. Okay, ഐ പി സ്കെയിൽ ഞാൻ പറഞ്ഞു, ആദ്യം ഒബ്ജക്റ്റിന്റെ അതായത് നമുക്ക് ആ നമ്മുടെ ഫീൽഡിൽ കാണുന്ന ഒബ്ജക്റ്റിന്റെ സൈസ് നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് കാലിബ്രേറ്റ് ചെയ്യണം. ആദ്യം ഐ പി സ്കെയിൽ നമുക്ക് കാലിബ്രേറ്റ് ചെയ്യണം. സോ കാലിബ്രേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? സ്റ്റേജ് ഗ്രാറ്റിക്യൂൾ വെച്ചിട്ടാണ്. സ്റ്റേജ് ഗ്രാറ്റിക്യൂൾ മീൻസ് സ്റ്റേജ് അറിയാലോ മൈക്രോസ്കോപ്പിന്റെ. സ്റ്റേജിൽ നമ്മൾ ഒരു സ്കെയിൽ പ്രിപ്പയർ ചെയ്യും. അതായത് സ്റ്റേജിൽ സ്കെയിൽ പ്രിപ്പയർ ചെയ്യാന്ന് വെച്ചാൽ സ്ലൈഡിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത സ്കെയിൽ നമ്മൾ മൗണ്ട് ചെയ്യും. ആ മൗണ്ട് ചെയ്ത സ്ലൈഡ് നമ്മൾ സ്റ്റേജിൽ വെച്ചിട്ട് ആ സ്റ്റേജ് ഗ്രാറ്റിക്യൂൾ വെച്ചിട്ടാണ് നമ്മൾ ഐ പി സ്കെയിൽ കാലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ റിക്വയർമെന്റ്സ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ടു മെഷർ ഒബ്ജക്റ്റിന്റെ സൈസ് മെഷർ ചെയ്യുന്നതാണ് മൈക്രോമെട്രി. പക്ഷെ മൈക്രോമെട്രി മെഷർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? കാലിബ്രേറ്റ് ചെയ്യണം. ഐ പി സ്കെയിൽ കാലിബ്രേറ്റ് ചെയ്യണം. സോ കാലിബ്രേറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ട രണ്ട് കാര്യമാണ്. ഒന്ന് ഐ പീസ് മൈക്രോമീറ്റർ വേണം, അല്ലെങ്കിൽ ഐ പീസ് ഗ്രാറ്റിക്യൂൾ വേണം, ഏത് പേരും പറയാം, അല്ലെങ്കിൽ ഐ പി സ്കെയിൽ വേണം. ഐ പി സ്കെയിൽ വേണം. സോ അത് കാലിബ്രേറ്റ് ചെയ്യാൻ നമുക്ക് സ്റ്റേജ് ഗ്രാറ്റിക്യൂൾ വേണം. സ്റ്റേജ് ഗ്രാറ്റിക്യൂൾ ഓർ സ്റ്റേജ് സ്കെയിൽ വെച്ചിട്ട് നമുക്കത് കാലിബ്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ഐ പീസ് മൈക്രോമീറ്റർ. ഐ പീസ് മൈക്രോമീറ്റർ നമ്മൾ കൂടുതലും നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഐ പീസ് എന്ന് വെച്ചാൽ 10x ഐ പീസ് ആണ് നമ്മൾ കൂടുതൽ ഇവിടെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. 10x മാഗ്നിഫിക്കേഷൻ പവറിൽ 10x ഐ പീസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ ഒരു ഫിലിം സ്ട്രിപ്പില്ലേ, ഒരു ഫിലിം സ്ട്രിപ്പിലാണ് നമ്മൾ ഈ സ്കെയില് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഐ പീസ് മൈക്രോമീറ്റർ വിത്ത് ലൈൻ സ്കെയിൽ ഹാവിങ് 100 ഡിവിഷൻ. ആ സ്കെയിലിന്റെ ഡിവിഷൻ എങ്ങനെയാണ്? 100 ഡിവിഷൻ, 10, 20, 30 എന്നിട്ട് 100 ഡിവിഷനുള്ള. ഇവിടെ 50 ഡിവിഷനെ കാണിച്ചിട്ടുള്ളൂ, പക്ഷെ ഇവിടെ 30 ഡിവിഷനെ കാണിച്ചിട്ടുള്ളൂ. ഇതുപോലെ 100 ഡിവിഷനുള്ള ഐ പി സ്കെയിലാണ് നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇതിനെ ഫിലിം സ്ട്രിപ്പിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇത് കണ്ടോ, ഐ പി സ്കെയിലിന്റെ വേറെ പേര് നമുക്ക് ഒക്യുലാർ മൈക്രോമീറ്റർ എന്ന് പറയാം, അല്ലെങ്കിൽ ഒക്യുലാർ ഗ്രാറ്റിക്യൂൾ എന്ന് പറയാം. ഇങ്ങനെയൊക്കെ പേരിൽ പറയാം ആ ഐ പീസ് മൈക്രോമീറ്റർ സ്കെയിലിനെ. ഓക്കെ, 10, 20 ഇത് ഐ പീസ് ഗ്രാറ്റിക്യൂൾ, ഇത് സ്റ്റേജ് ഗ്രാറ്റിക്യൂൾ അല്ലെങ്കിൽ ഐ പി സ്കെയിൽ, ഇത് സ്റ്റേജ് സ്കെയിൽ. ക്ലിയർ? ഇങ്ങനെയുള്ള ലൈൻസിലുള്ള സ്കെയിൽ നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യണം. സോ അതിനുശേഷം ഇത് എവിടെ ഫിക്സ് ചെയ്യണം? ഐ പി സ്കെയിൽ ഫിക്സ് ചെയ്യാം അല്ലെ. ഐ പീസിൽ നിങ്ങൾക്കറിയാം ഐ ലെൻസ്, മുകളിൽ ഐ ലെൻസ് ഉണ്ട്, താഴെ ഫീൽഡ് ലെൻസ് ഉണ്ട്. സോ ഇതിന് രണ്ടിനും ബിറ്റ്വീനിലുള്ള ഡയഫ്രത്തിലാണ് നമ്മൾ ഇത് പ്ലേസ് ചെയ്യുന്നത്, ഈ ഐ പി സ്കെയിൽ. ഓക്കെ, ഇതാണ് ഐ പീസിൽ നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്ന ആ സ്കെയിൽ. കണ്ടോ?
നെക്സ്റ്റ് വൺ നമ്മൾ ഐ പി സ്കെയിൽ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. അത് ഐ ലെൻസിനും ഫീൽഡ് ലെൻസിനും ബിറ്റ്വീൻ ഐ പി സ്കെയിൽ ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് സ്റ്റേജ് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ സ്റ്റേജ് മൈക്രോമീറ്റർ അല്ലെങ്കിൽ സ്റ്റേജ് സ്കെയിൽ എന്ന് പറയാം. സോ സ്റ്റേജ് സ്കെയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഗ്ലാസ് സ്ലൈഡിലാണ്. ഗ്ലാസ് സ്ലൈഡിൽ നമ്മൾ മൗണ്ട് ചെയ്യും, കവർ സ്ലിപ്പിന്റെ ഉള്ളിലേ നമ്മൾ അത് മൗണ്ട് ചെയ്തിട്ടാണ് വെക്കുക. പക്ഷേ ഈ സ്റ്റേജ് സ്കെയിലിന്റെ ഡിവിഷൻ എന്ന് വെച്ചാൽ അത് ഡിവിഷൻ അതും പ്രിപ്പയർ ചെയ്യുന്നത്, ഈ സ്റ്റേജ് സ്കെയിലും പ്രിപ്പയർ ചെയ്യുന്നത് ഫിലിം സ്ട്രിപ്പ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റേജ് സ്കെയിലും പ്രിപ്പയർ ചെയ്യുന്നത്. സ്റ്റേജ് സ്കെയിൽ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഓൺലി ഫോർ കാലിബ്രേറ്റിംഗ്. ഐ പി സ്കെയിൽ കാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ സ്റ്റേജ് സ്കെയിൽ. ഒബ്ജക്റ്റിന്റെ സൈസ് മെഷർ ചെയ്യാനൊന്നും ഇത് യൂസ് ചെയ്യുന്നില്ല. ഐ പീസിന്റെ സ്കെയിൽ കാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ നമ്മൾ ആ സ്റ്റേജ് സ്കെയിൽ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ആൻഡ് 2 millimeter in length ആണ് ആ സ്റ്റേജ് സ്കെയിലിന് ഉണ്ടാവുക. വിത്ത് ഈച്ച് ലാർജ് ഡിവിഷൻ മെഷേഴ്സ് 0.1 millimeter ആൻഡ് ഈച്ച് സ്മോൾ ഡിവിഷൻ മെഷർ 0.01 millimeter. ഇതാണ് സ്റ്റേജ് മൈക്രോമീറ്റർ. ഈച്ച് ലാർജ് ഡിവിഷൻ മെഷർ 0.1 millimeter and each small division measure 0.01 millimeter. ഓക്കെ, ഇത് 10x-ലുള്ള നമ്മളുടെ ഫീൽഡ് ആണ്. 40x-ലാകുമ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ ഒരു എൻലാർജ് ചെയ്തിട്ട് നമുക്ക് രണ്ട് സ്കെയിലും കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ സ്കെയിലിൻ്റെ സ്റ്റേജ് സ്കെയിലിൻ്റെയും ഐ പി സ്കെയിലിൻ്റെയും ആ ഒരു ഡിവിഷൻസ് ഒക്കെ ഓക്കെ ആയാലോ. ഇതും ഫിലിം സ്ട്രിപ്പിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ ഈ സ്റ്റേജ് സ്കെയിൽ നമ്മൾ എവിടെയാണ് മൗണ്ട് ചെയ്യുന്നത്? നമ്മുടെ ഗ്ലാസ് സ്ലൈഡിലാണ് നമ്മളത് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത്. സ്ലൈഡിൽ ആ സ്കെയിൽ പ്രിപ്പയർ ചെയ്തിട്ട് കവർ സ്ലിപ്പിന്റെ ഉള്ളിൽ മൗണ്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ കാലിബ്രേറ്റ് ചെയ്യും. കാലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് സ്കെയിൽ നമുക്ക് റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് കാലിബ്രേഷൻ ആണ്. കാലിബ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്താണോ ഏതിൻ്റെ സൈസാണോ നമുക്ക് മെഷർ ചെയ്യാനുള്ളത്. ഫോർ എക്സാമ്പിൾ ഇപ്പം പാരസൈറ്റ്സിനെയാണ് പാരസൈറ്റ്സിൻ്റെ സൈസിനെയാണ് നമുക്ക് മെഷർ ചെയ്യാൻ. ഏതെങ്കിലും ഒരു പാരസൈറ്റ്സ്, ആ ഒരു പാരസൈറ്റ്സ് എത്ര സൈസ്, അതിന് എത്ര വിഡ്ത്തിൻ്റെ എത്ര ലെങ്ത്തിൻ്റെ അതാണ് നമുക്ക് മെഷർ ചെയ്യാനുള്ളതെങ്കിൽ നമ്മൾ അത് കൂടുതലും ഒബ്സർവ് ചെയ്യുന്നത് ഹൈ പവർ ഒബ്ജക്റ്റീവിലാണ്, 40x ഒബ്ജക്റ്റീവിലാണ്. ഓക്കെ, സോ ഈ 40x ഒബ്ജക്റ്റീവ് ടേൺ ചെയ്ത് ഒബ്ജക്റ്റീവിൽ വെച്ചിട്ട് വേണം നമ്മൾ ഐ പീസ് സ്റ്റേജ് സ്കെയിലുമായിട്ട് കാലിബ്രേറ്റ് ചെയ്യാൻ. ക്ലിയർ? ആൻഡ് ഫോർ ഹെമറ്റോളജി, ഇപ്പോൾ സപ്പോസ് ആർ ബി സിൻ്റെ സൈസ് ഒക്കെയാണ് നമുക്ക് മെഷർ അല്ലെങ്കിൽ WBCൻ്റെ സൈസ് ഒക്കെയാണ് മെഷർ ചെയ്യാനുള്ളതെങ്കിൽ, ഒരു എക്സാമ്പിളാണ് മെഷർ ചെയ്യാനുള്ളതെങ്കിൽ നമ്മൾ അത് കൂടുതലും വ്യൂ ചെയ്യുന്നത് 100x ഒബ്ജക്റ്റീവിലാണ്, ഓയിൽ ഇമേഴ്ഷൻ ഒബ്ജക്റ്റീവിലാണ് മെഷർ ചെയ്യുന്നത്. സോ ഓയിൽ ഇമേഴ്ഷൻ ഒബ്ജക്റ്റീവിൽ തന്നെ വെച്ചിട്ട് വേണം നമ്മൾ കാലിബ്രേറ്റ് ചെയ്യാൻ. ഓക്കെ, ഇതാണ് സ്റ്റേജ്. നമ്മൾ സ്ലൈഡിൽ മൗണ്ട് ചെയ്യും, കവർ സ്ലിപ്പിന്റെ ഉള്ളിൽ മൗണ്ട് ചെയ്ത് വെക്കും സ്റ്റേജ് സ്കെയിൽ. ഓക്കെ, ആൻഡ് മെത്തേഡ് ഓഫ് കാലിബ്രേറ്റിംഗ് ആൻ ഐപീസ് മൈക്രോമീറ്റർ. സോ ഈ മെത്തേഡ് ഓഫ് കാലിബ്രേറ്റിംഗ് ടൈമിൽ നിങ്ങൾക്ക് ഈ പോയിന്റ്സും കൂടി, നേരത്തെ ഞാൻ പറഞ്ഞ ഈ പോയിന്റ്സ് ഇല്ലേ ഈ ഐപീസിന്റെ ആ ഒരു പോയിന്റ്സും കൂടി എഴുതണം കേട്ടോ. അപ്പം ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചു ഐ പി സ്കെയിൽ. അപ്പോൾ കാലിബ്രേറ്റിംഗ് എന്ന് വെച്ചാൽ ഐ പി സ്കെയിൽ മുമ്പത്തെ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഐ പി സ്കെയിൽ ആദ്യം വേണം, സ്റ്റേജ് സ്കെയിൽ ആദ്യത്തെ സ്ലൈഡൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, മെത്തേഡ് ഓഫ് കാലിബ്രേറ്റ്. അപ്പം ആദ്യം നമ്മൾ ഐ പി സ്കെയിൽ പ്രിപ്പയർ ചെയ്ത്, സോ കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്ന ഐ പീസ് ഞാൻ പറഞ്ഞു മാഗ്നിഫിക്കേഷൻ പവറുള്ള 10x ഐ പീസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഐ പി സ്കെയിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുക, ഫീൽഡ് ലെൻസിൻ്റെയും ഐ ലെൻസിൻ്റെയും ബിറ്റ്വീനിൽ ഇൻസേർട്ട് ചെയ്യുക. സ്റ്റേജ് ഗ്രാറ്റിറ്റ്യൂഡ് സ്കെയിൽ നമ്മൾ സ്റ്റേജിൽ പ്ലേസ് ചെയ്യാം. ഓക്കെ, ആൻഡ് റൊട്ടേറ്റ് ദി റിക്വേർഡ് ഒബ്ജക്റ്റീവ്. ഞാൻ പറഞ്ഞു നേരത്തെ പാരസൈറ്റോളജി ആണെങ്കിൽ 40x ഡിപ്പെൻസ് ആണ്. നമ്മൾ ഹെമറ്റോളജി ആണെങ്കിൽ നമ്മൾ കൂടുതലും 100x-ലാണ് എക്സാം ചെയ്യുന്നത്. സോ റൊട്ടേറ്റ് ദി റിക്വേർഡ് ഒബ്ജക്റ്റീവ് ഇൻ ടു പൊസിഷൻ ആൻഡ് ബ്രിങ് ദ സ്കെയിൽ ഇൻ ടു ഫോക്കസ്. സോ നമുക്ക് ഫീൽഡിൽ എന്ത് കിട്ടും? ഫീൽഡിൽ രണ്ട് സ്കെയിൽ നമുക്ക് കാണാൻ പറ്റും. ഐ പി സ്കെയിലിൽ ഐ ലെൻസിലൂടെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ഒരു ഫീൽഡ് കിട്ടും. അഡ്ജസ്റ്റ്മെന്റ് അറിയാമല്ലോ, കണ്ടൻസർ ഐറിസ് ഡെപ്ത് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. അഡ്ജസ്റ്റ്മെന്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഫീൽഡ് കിട്ടും. ഫീൽഡിൽ നമുക്ക് രണ്ട് സ്കെയിൽ കിട്ടും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും സ്റ്റേജ് സ്കെയിൽ ഉണ്ടാവും, ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും
IP സ്കെയിൽ ഉണ്ടാവും. പക്ഷെ ഒരു ഫീൽഡിൽ തന്നെ നമുക്ക് രണ്ട് സ്കെയിൽ കാണാൻ പറ്റും. Okay, both the IP scale and calibration scale should be focused clearly. So coarse adjustment, fine adjustment, screw, അല്ലെങ്കിൽ കണ്ടൻസറും അയൺസ് ഡയഫ്രം മിറർ എല്ലാം യൂസ് ചെയ്തിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. 40x ലാണെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെന്റ് അറിയാലോ, 100x ലാണെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് അറിയാം. സോ അതിന്റെ ബേസ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഷുഡ് ബി ക്ലിയർ, അത് രണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടണം. And adjust the field under zero line of the IP scale align exactly with the zero line of the calibration scale. So ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും ചിലപ്പോൾ IP സ്കെയിൽ വേറെ ഉണ്ടാവും, ചിലപ്പോൾ സ്റ്റേജ് സ്കെയിൽ വേറെ ഉണ്ടാവും. പക്ഷെ ഇത് രണ്ടും എക്സാക്ട്ലി അലൈൻ ആയിട്ട് വരുന്ന രീതിയിൽ, അതായത് സീറോ ലൈൻ നല്ല പാരലൽ ആയിട്ട് വരുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അത് നമുക്ക് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം? നമുക്ക് സ്റ്റേജിന്റെ സ്ക്രൂ ഉണ്ടല്ലോ, സ്റ്റേജ് സ്ക്രൂ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. സ്റ്റേജ് സ്ക്രൂ വെച്ചിട്ട് ആ ഒരു സ്കെയിൽ അപ്പ് ആൻഡ് ഡൗണും റൈറ്റും ലെഫ്റ്റും ഒക്കെ മൂവ് ചെയ്യില്ലേ, സോ അത് വെച്ചിട്ട് ആ ഗ്രാറ്റിറ്റ്യൂഡ് പാരലൽ ആയിട്ട് വരുന്ന രീതിയിലും പിന്നെ സീറോ ലൈൻ പ്രോപ്പറായിട്ട് ഒരേ ലൈനിൽ വരുന്ന രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാം. ആൻഡ് ലുക്ക് അലോങ് ദ സ്കെയിൽ ആൻഡ് നോട്ട് വേർ എ ഡിവിഷൻ ഓഫ് IP സ്കെയിൽ exactly align with the division of calibration scale. രണ്ടും സീറോ ലൈനും പാരലൽ ആയിട്ട് വരുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നോട്ട് ചെയ്യാം ഏത് ഡിവിഷനിലാണ് IPസിന്റെ സ്കെയിലും സ്റ്റേജിന്റെ സ്കെയിലും എക്സാക്ട്ലി ഒരുപോലെ വരുന്നത്. ആ ഒരു ഡിവിഷൻ നോട്ട് ചെയ്യാം. ആൻഡ് മെഷർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 0 point and where the alignment occur on the gratitude. The measurement of the calibration scale are 0.1 millimeter to 2 millimeter. Each small division measure 0.01 millimeter. നേരത്തെ പറഞ്ഞതാണ് സ്റ്റേജിന്റെ കാര്യം. And count the number of division of IP scale between the 0 point and where the alignment occur. Calculate the measurement for one division of the IP scale in microns. അത് പറഞ്ഞുതരാം. The example, for example ആണ്. നമുക്ക് ഫീൽഡിൽ നമുക്ക് IP സ്കെയിലും സ്റ്റേജ് സ്കെയിലും എക്സാക്ട്ലി സെയിം ആയിട്ട് വരുന്ന രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഏത് ഡിവിഷനിലാണ് എക്സാക്ട്ലി പാരലൽ ആയിട്ട് വരുന്നത്, അതായത് IPസിന്റെ സ്കെയിലും ചിലപ്പോൾ ഈ ലൈനൊന്നും ഒരുപോലെ ആയിരിക്കില്ല വരുന്നത്, പക്ഷെ ഏതെങ്കിലും ഒരു ലൈനിൽ എത്തിയാൽ രണ്ടും ഒരുപോലെ വരുന്നത് കാണാം. സോ ആ ഒരു ഡിവിഷൻ നോട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇതിന്റെ കേസിൽ സ്റ്റേജ് മൈക്രോമീറ്ററിന്റെ കേസിൽ 0.4 വരുന്നതും ആൻഡ് IPസിന്റെ 25 വരുന്നതുമാണ്, 25 ഡിവിഷനുമാണ് എക്സാക്ട്ലി പാരലൽ ആയിട്ട് കിട്ടിയതെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, സോ IPസിന്റെ ഗ്രാറ്റിറ്റ്യൂഡ് 25 എന്ന് അറിയാം ആൻഡ് സ്റ്റേജിൽ നമുക്ക് 0.4 എന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് അടുത്തതാണ് കാൽക്കുലേഷൻ. സോ കാൽക്കുലേറ്റ് ദി മെഷർമെന്റ് ഫോർ വൺ ഡിവിഷൻ ഓഫ് ഈച്ച് IP സ്കെയിൽ ഇൻ മൈക്രോൺസിലേക്ക് അത് നമ്മൾ കൺവേർട്ട് ചെയ്യണം. കാരണം ഒരു ഒബ്ജക്റ്റിന്റെ സൈസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് മൈക്രോൺസിലാണ്. സോ നമുക്ക് കിട്ടിയ കാൽക്കുലേഷനെ നമ്മൾ വീണ്ടും മൈക്രോൺസിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ കിട്ടി നമുക്ക് ഡിസ്റ്റൻസ് മെഷേർഡ്, സ്റ്റേജിന്റെ സ്കെയിലിലെ ഡിസ്റ്റൻസ് മെഷർ കിട്ടിയത് നമുക്ക് 0.4 millimeter ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഈ ഫോർമുല നമുക്ക് x ഡിവൈഡഡ് ബൈ y എന്നുള്ള ഫോർമുലയിൽ നമുക്ക് ചെയ്യാം. സോ നമ്പർ ഓഫ് ഡിവിഷൻ, IPസിന്റെ സ്കെയിലിലെ നമ്പർ ഓഫ് ഡിവിഷൻ നമുക്ക് 25 ആണ് കിട്ടിയത്. സോ x ഡിവൈഡഡ് ബൈ y ചെയ്യുകയാണെങ്കിൽ 0.4 ഡിവൈഡഡ് ബൈ 25 ഇസ് ഈക്വൽ ടു 0.016 millimeter കിട്ടി. സോ ഈ കിട്ടിയ വാല്യൂവിനെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? നമ്മൾ ഒബ്ജക്റ്റിന്റെ സൈസ് മൈക്രോൺസിലാണ് മെഷർ ചെയ്യുന്നത്. സോ മൈക്രോൺസ്, മില്ലിമീറ്ററിൽ നിന്ന് മൈക്രോൺസിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ 0.016 into 1000 is equal to 16 മൈക്രോൺസിലേക്ക് അത് കൺവേർട്ട് ചെയ്തു. സോ നമുക്ക് ഇപ്പോൾ നമ്മുടെ കാലിബ്രേറ്റ് ചെയ്ത് കിട്ടിയ നമ്മുടെ IPസിന്റെ കാലിബ്രേറ്റ് ചെയ്ത് കിട്ടിയ ഒരു ഫോർമുല, കാലിബ്രേറ്റിംഗ് ഫോർമുല, ദാറ്റ് ഈസ് 16 മൈക്രോൺസ് ആണ്. ഓക്കെ, ക്ലിയർ? സോ ഈ ലൈനാണ് എക്സാക്ട്ലി അലൈൻ ചെയ്തിട്ട് വരുന്നത്. സോ ആ ഒരു x ഡിവൈഡഡ് ബൈ y ചെയ്ത് നമുക്കൊരു മില്ലിമീറ്റർ ഉള്ള ഒരു വാല്യൂവിനെ കിട്ടി. പക്ഷെ അത് നമ്മൾ മൈക്രോൺസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയത് 16 മൈക്രോൺസ്. ഓക്കെ, ഇതാണ് സ്റ്റെപ്പ്. ആദ്യം IPസ് നമ്മൾ ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്തു, സ്റ്റേജും ഫിക്സ് ചെയ്തു,
രണ്ടും അലൈൻമെന്റ് ആയിട്ട് വരുന്നത് നോക്കും. പിന്നെ ഈ ഒരു പോർഷൻ ഞാൻ അടുത്ത ക്ലാസ്സിൽ, അത് ഒബ്ജക്റ്റിന്റെ സൈസ് മെഷർ ചെയ്യുന്നത് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. അപ്പം എക്സാക്ട്ലി സെയിം ആയിട്ട് വരുന്ന ലൈന് നമ്മൾ നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ കാലിബ്രേറ്റ് ചെയ്ത് കിട്ടിയ വാല്യൂ എങ്ങനെയാണെന്ന് ഓക്കെ ആയല്ലോ. കാലിബ്രേഷൻ, അപ്പൊ ഈ ഒറ്റ ഒരു ക്ലാസ്സിൽ ഞാൻ ജസ്റ്റ് കാലിബ്രേഷൻ മാത്രമേ പറയുന്നുള്ളൂ, നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ വരണ്ട. ഈ ഒരു ക്ലാസ് നന്നായിട്ട് കാലിബ്രേഷൻ ഓഫ് IP സ്കെയിൽ നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതിനുശേഷം നമ്മുടെ ഒബ്ജക്റ്റിന്റെ സൈസ് മെഷർമെന്റ്, അത് ഒരു ചെറിയൊരു ഭാഗമാണ്, പക്ഷെ അതിന്റെ കൂടെ ചെറിയ ചെറിയ രണ്ട് കാര്യങ്ങളും കൂടി എടുക്കാണ്ട് അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.